ഹായ് ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ചിക്കൻ ഹോട്ടലിൽ കിട്ടുന്ന അതേ രുചിയിൽ നമുക്ക് എങ്ങനെ പൊരിച്ചെടുക്കാമെന്നാണ്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ അതിൽ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ഞാൻ തല്ലി അതിലിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം ഞാൻ 1.5 ടേബിൾ സ്പൂൺ നമ്മുടെ സോയ സോസും ഞാൻ അതിലൊഴിച്ചിട്ടുണ്ടായിരുന്നു. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും, നല്ല ടേസ്റ്റുമാണ് അങ്ങനെ നമ്മൾ സോയ സോസൊക്കെ ചേർത്ത് നമ്മൾ പൊരിക്കുകയാണെങ്കിൽ. പിന്നെ അതിനുശേഷം ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതിനുശേഷം നമ്മുടെ മുളക് പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു. 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഞാനിട്ട്, പിന്നെ നമ്മുടെ മല്ലിപ്പൊടി 1/2 ടേബിൾ സ്പൂൺ ഇട്ട്, പിന്നെ പെരുംജീരകപ്പൊടിയും 1/2 ടേബിൾ സ്പൂൺ ഇട്ട്, പിന്നെ അതിനുശേഷം ഞാനിട്ടത് കുരുമുളക് പൊടിയാണ്. കുരുമുളക് പൊടി നമ്മുടെ എരിവിനനുസരിച്ച് വേണം ഇടേണ്ടത്. കുട്ടികൾക്ക് കൊടുക്കുന്നതായതുകൊണ്ട് അപ്പോൾ എരിവ് എത്രയാണ് വേണ്ടത് അത്ര വേണം നിങ്ങൾ കുരുമുളക് പൊടി ഇടേണ്ടത്. പിന്നെ അതിനുശേഷം ഞാനിട്ടത് ചിക്കൻ മസാലയാണ്. അതൊക്കെ ഇട്ട് നന്നായി കുഴച്ച് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. പിന്നെ അതിനുശേഷം ഞാൻ ചേർത്തത് കോൺഫ്ലവറാണ്. കോൺഫ്ലവർ ഇല്ലാത്തവർ അങ്ങനെ പൊരിച്ചാൽ മതി. എൻ്റെ കയ്യിലുള്ളത് കൊണ്ടാണ് ഞാൻ അതും കൂടെ ചേർത്ത് പൊരിക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഞാൻ കോൺഫ്ലവറും കൂടെ ഞാൻ അതിലോട്ട് ഇട്ട് നന്നായി ഞാനത് കുഴച്ചെടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിന് ശേഷം കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷമാണ് ഞാൻ തിളച്ച എണ്ണയിൽ അത് നന്നായിട്ട് വറുത്ത് കോരി എടുത്തത്. നല്ല ടേസ്റ്റായിരുന്നു, കുട്ടികൾക്ക് വളരെ വളരെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതുപോലെ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്യൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. ടാറ്റാ ബൈ ബൈ, വീണ്ടും കാണുന്നവരേക്കും വണക്കം.